ഹായ് മക്കളെ, നമുക്കിന്ന് കുഞ്ഞാറ്റക്കിളിയുടെയും കരിമുണ്ടിയുടെയും കഥ കേട്ടാലോ. പച്ചമുളകൾ തഴച്ചു വളർന്ന് കാടുപോലെയായ പുഴയോരത്താണ് കരിമുണ്ടി ചേക്കേറിയിരുന്നത്. ചുള്ളിക്കമ്പും ചകിരിയുമൊക്കെ വളച്ചുവെച്ച് കരിമുണ്ടി തനിക്ക് കൂടുണ്ടാക്കി. ആ പുഴവക്കിൽ തന്നെ കൂറ്റനൊരു ഞാവൽ മരം ഉണ്ടായിരുന്നു. ഞാവൽ മരത്തിൻ്റെ താഴത്തെ ശിഖരം പുഴയുടെ ഭാഗത്തേക്ക് ചാഞ്ഞു നിന്നിരുന്നു. ഒരു കുഞ്ഞാറ്റക്കിളി ഞാവൽപ്പഴം തിന്നാൻ മരത്തിൽ വന്നിരിക്കാറുണ്ട്. ഞാവൽക്കായി തിന്നാനെത്തിയ കുഞ്ഞാറ്റക്കിളി ഞാവൽ മരത്തിൽ കൂടുണ്ടാക്കാൻ തുടങ്ങി. ചാഞ്ഞു കിടന്ന കൊമ്പിലായിരുന്നു കുഞ്ഞാറ്റക്കിളി കൂടുകൂട്ടിയിരുന്നത്. പുല്ലും നാരുമെല്ലാം ഉപയോഗിച്ച് കുഞ്ഞാറ്റക്കിളി ഉണ്ടാക്കുന്ന കൂടു കാണാൻ നല്ല ഭംഗിയാണ്. അത് ഞാവൽ മരത്തിൻ്റെ ചില്ലയിൽ താഴോട്ട് ഞാന്നു കിടന്നാടും. കുഞ്ഞാറ്റക്കിളിയുടെ കൂട് കണ്ടപ്പോൾ കരിമുണ്ടിക്കും അത്തരമൊരു കൂട് വേണമെന്ന് തോന്നി. ഒരു ദിവസം കരിമുണ്ടി കുഞ്ഞാറ്റക്കിളിയോട് ചോദിച്ചു, കുഞ്ഞാറ്റക്കിളി, നീ എങ്ങനെയാണ് ഇത്രയും ഭംഗിയുള്ള കൂടുകൾ ഉണ്ടാക്കുന്നത്? എന്നെയും കൂടി അതൊന്ന് പഠിപ്പിക്കാമോ? കുഞ്ഞാറ്റക്കിളിക്ക് ചിരി വന്നുപോയി. കരിമുണ്ടിയുടെ ചോദ്യം കേട്ടപ്പോൾ കുഞ്ഞാറ്റക്കിളി പറഞ്ഞു, ഞാൻ ഇത് അമ്മയിൽ നിന്നാണ് പഠിച്ചത്. ഞങ്ങൾക്ക് പ്രകൃതി തന്നതാണ് ഈ വിദ്യ. കരിമുണ്ടി കുഞ്ഞാറ്റക്കിളിയോട് ഒന്നുകൂടി പറഞ്ഞു നോക്കി, എന്നെ കൂടുണ്ടാക്കാൻ പഠിപ്പിക്കുമോ? കുഞ്ഞാറ്റക്കിളി പറഞ്ഞു, അത് കണ്ടു പഠിച്ചാൽ മതി. ഞാൻ കൂടുണ്ടാക്കുന്നുണ്ടല്ലോ, നാളെ മുതൽ നീയും പഠിച്ചോളൂ. പിറ്റേ ദിവസം കുഞ്ഞാറ്റക്കിളി ഉണർന്നപ്പോൾ തന്നെ കരിമുണ്ടിയും എഴുന്നേറ്റു. കുഞ്ഞാറ്റക്കിളി പറന്നുപോയ വഴിയെ തന്നെ കരിമുണ്ടിയും പറന്നു. കുഞ്ഞാറ്റക്കിളി നാരും പുല്ലും വൈക്കോലുമെല്ലാം കൊത്തിയെടുത്തു കൊണ്ടുവന്ന് കൂടുകെട്ടാൻ തുടങ്ങി. കരിമുണ്ടിയും പുല്ലും നാരും വൈക്കോലുമെല്ലാം കൊണ്ടുവന്ന് അതുപോലെ ചെയ്തു നോക്കി. വൈകുന്നതുവരെ പരിശ്രമിച്ചിട്ടും കൂടുണ്ടാക്കാനായില്ല. കുഞ്ഞാറ്റക്കിളി കുറേ ദിവസങ്ങൾക്ക് ശേഷം വളരെ മനോഹരമായ ഒരു കൂടുണ്ടാക്കി. കുറേ ദിവസം അതിനുവേണ്ടി പരിശ്രമിച്ചു നോക്കിയെങ്കിലും ഓരോ ദിവസവും കരിമുണ്ടിയുടെ പരിശ്രമം പാഴായി. കരിമുണ്ടിയുടെ വിചിത്രമായ ഈ പെരുമാറ്റം കണ്ട് മറ്റു കിളികൾ കളിയാക്കി ചിരിച്ചു. ഒടുവിൽ കരിമുണ്ടി പരിപാടി ഉപേക്ഷിച്ചു. എങ്കിലും കുഞ്ഞാറ്റക്കിളിയുടെ കൂട് കാണുമ്പോൾ അതുപോലൊരു കൂട് തനിക്കും വേണമെന്ന കരിമുണ്ടിയുടെ ആഗ്രഹത്തിന് മാറ്റം വന്നില്ല. ഒരു ദിവസം കുഞ്ഞാറ്റക്കിളിയെ സമീപിച്ച് കരിമുണ്ടി പറഞ്ഞു, കുഞ്ഞാറ്റക്കിളി, നീ നിൻ്റെ കൂടൊരെണ്ണം എനിക്കു തരണം. നീ എനിക്ക് കൂട് തന്നില്ല എങ്കിൽ ഈ ഞാവൽ മരത്തിലെ സകല കിളിക്കൂടും ഞാൻ കൊത്തിക്കീറി താഴെയിടും. ഭീഷണി കേട്ട് ഭയന്ന കുഞ്ഞാറ്റക്കിളി മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിച്ചു. കുഞ്ഞാറ്റക്കിളി പറഞ്ഞു, ഞാൻ മറ്റൊരു കൂടുണ്ടാക്കിയാൽ ഉടനെ നിനക്ക് കൂട് തരും. അതുവരെ നീ ക്ഷമിക്കണം. കരിമുണ്ടിക്ക് സന്തോഷമായി. കരിമുണ്ടി പറഞ്ഞു, ശരി, സമ്മതിച്ചു. നീ എത്ര ദിവസം കൊണ്ട് പുതിയൊരു കൂടുണ്ടാക്കും? കുഞ്ഞാറ്റക്കിളി ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, 10 ദിവസത്തിനകം ഞാൻ പുതിയ കൂടുണ്ടാക്കാം. കരിമുണ്ടി പറഞ്ഞു, ഞാൻ 10 ദിവസം കഴിഞ്ഞെത്തും. അപ്പോൾ നിൻ്റെ ഈ കൂട് ഞാൻ കൊണ്ടുപോകും. കുഞ്ഞാറ്റക്കിളി ഒന്ന് മൂളി. കരിമുണ്ടി പോയ ഉടനെ തന്നെ കുഞ്ഞാറ്റക്കിളി കൂട് കെട്ടാൻ തുടങ്ങി. ഏതാനും ദിവസത്തിനകം കുഞ്ഞാറ്റക്കിളി തനിക്ക് യോജിച്ച രീതിയിലുള്ള ഒരു കൂട് പണിതു തീർത്തു. കുഞ്ഞാറ്റക്കിളി അതിൽ താമസവും തുടങ്ങി. കരിമുണ്ടി സന്തോഷത്തോടെ പറന്നു വന്ന് കുഞ്ഞാറ്റക്കിളിയെ വിളിച്ചു. കുഞ്ഞാറ്റക്കിളി കൂട് കരിമുണ്ടിക്ക് വിട്ടുകൊടുത്തു. കരിമുണ്ടി കൂടുമായി മുളങ്കാട്ടിലേക്ക് പോയി. അത് മുളയുടെ ചില്ലയിൽ തൂക്കിയിട്ടു. കരിമുണ്ടി തൻ്റെ മുട്ടകളെല്ലാം പെറുക്കിക്കൊണ്ടുവന്ന് പുതിയ കൂട്ടിനകത്ത് വെച്ചു. അവസാനം കരിമുണ്ടി കൂട്ടിനകത്തേക്ക് കയറാനുള്ള ശ്രമം തുടങ്ങി. കരിമുണ്ടിയുടെ ഭാരം താങ്ങാനാവാതെ കൂട് ചില്ലയിൽ നിന്ന് വിട്ട് മുളങ്കാട്ടിനുള്ളിലേക്ക് വീണു. തിങ്ങി നിറഞ്ഞ മുളങ്കാടുകളിൽ നിന്നും കൂടോ മുട്ടയോ പുറത്തെടുക്കാൻ കരിമുണ്ടിക്ക് കഴിഞ്ഞില്ല. കരിമുണ്ടി കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരിപ്പായി. ഈ സമയം അതുവഴി വന്ന കാക്ക കരിമുണ്ടിയോട് കാര്യം തിരക്കി. കരിമുണ്ടിയുടെ കഥ കേട്ട് കാക്കയ്ക്ക് ദേഷ്യം വന്നു. കാക്ക പറഞ്ഞു, നിന്റെ അറിവില്ലായ്മയും പിടിവാശിയുമാണ് ഇതിനെല്ലാം കാരണം. നീ കാരണം പാവം ആറ്റക്കിളി എത്രമാത്രം വേദനിച്ചു. നീ തന്നെ കുഴപ്പങ്ങൾ വരുത്തിവെച്ചു. അങ്ങനെ പറഞ്ഞ ശേഷം കാക്ക പറന്ന് എങ്ങോട്ടോ പോയി. കരിമുണ്ടി ദുഃഖത്തോടെ തൻ്റെ പഴയ കൂട്ടിലേക്കു തന്നെ മടങ്ങിപ്പോയി.